ഗാർഡനുകളിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തും ഒക്കെ ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി ടൈലിന്റെ നിർമ്മാണ രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിനാവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളാണ് ബേബി മെറ്റൽ, അതേപോലെ തന്നെ എംസാൻഡ് എന്നിവയൊക്കെ. ഇത്തരത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇവ നിർമ്മിക്കുന്ന സമയത്ത് ഇതിന്റെ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അരച്ചാക്ക് സിമെന്റിന് 7 കുട്ട ബേബി മെറ്റലും അതുപോലെ 3 കുട്ട എംസാൻഡുമാണ് ഉപയോഗിക്കുക. ഇത്തരത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനാൽ തന്നെ ഇതിന്റെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു മിക്സർ മെഷീൻ തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നിക്ഷേപിച്ച ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച ശേഷം അത് നല്ല പോലെ മിക്സ് ചെയ്യാനുള്ള ടൈമിംഗ് ആണ് ആദ്യഘട്ടം, ഈ ഒരു നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായിട്ട് പറയുന്നത്. അതിനുശേഷം കൃത്യമായിട്ട് രീതിയിൽ മിക്സായ ആ ഒരു കോൺക്രീറ്റ് മിശ്രിതം അതിന്റെ നേർ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ടുള്ള ഒരു ടബിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം. ഇതേ സമയം തന്നെ മറ്റൊരു വശത്ത് ഇത്തരത്തിൽ കളർ മിക്സിങ്ങും കൂടി നടക്കുന്നുണ്ട്. ഇതേ അസംസ്കൃത വസ്തുക്കൾ തന്നെ ഇതിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മോൾഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടൈൽ ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെതും അതേപോലെ തന്നെ റബ്ബറിൻ്റെതായിട്ടുള്ള പല രീതിയിലുള്ള മോൾഡുകളും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ആ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു കളർ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കോൺക്രീറ്റ് മിശ്രിതമാണ്. കാരണം ഓരോ ടൈലിൻ്റെയും മുകൾ വശത്ത് ഇത്തരത്തിലുള്ള കളർ, ആവശ്യമുള്ള രീതിയിലുള്ള കളറുകൾ വരണമെങ്കിൽ ആദ്യം തന്നെ ഈ മോൾഡിലേക്ക് ഇത്തരത്തിലുള്ള കളർ മിക്സിംഗ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മിക്സർ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കും. കാരണം അപ്പോൾ ഇത്തരത്തിൽ കളർ ആഡ് ചെയ്ത ശേഷം ആ ഒരു മോൾഡ് വെക്കുന്നത് ഒരു കൺവെയറിലാണ്. ആ ഒരു കൺവെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് അത് ജർക്കിംഗ് കൂടി ഉള്ള തരം കൺവെയർ ആണ്. കാരണം ഇത്തരത്തിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺക്രീറ്റ് ഈ ഒരു മോൾഡിലേക്ക് രണ്ടാം ഘട്ടമായിട്ട് നിക്ഷേപിക്കുന്ന സമയത്ത് ആവശ്യമുള്ള രീതിയിൽ അത് ഫില്ലാവണമെങ്കിൽ ഇത്തരത്തിലുള്ള കൺവെയർ ബെൽറ്റിന് ജർക്കിങ്ങിന്റെ സിസ്റ്റം കൂടി വരാൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ജർക്കിംഗ് ടൈമിൽ ഈ ഒരു മോൾഡിന്റെ എല്ലാ വശത്തേക്കും കൃത്യമായ രീതിയിൽ തന്നെ ഫില്ലായി നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു മിക്സിംഗ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായിട്ട് ഫില്ലാക്കിയ ആ ഒരു കൺവെയറിലൂടെ വരുന്ന മോൾഡ് എടുത്ത് മറ്റൊരു വശത്തേക്ക് മാറ്റിവെക്കും. കാരണം ഇത് ഉണങ്ങുക എന്നതാണ് അടുത്ത ഘട്ടം. അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അടുക്കി വെച്ച ശേഷം അതിൽ ധാരമുള്ള രീതിയിലുള്ള ഈ പലക പീസുകൾ വെച്ചു കൊടുക്കും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് ഉണങ്ങി സെറ്റാവും. പിറ്റേ ദിവസം തന്നെ ഈ ഒരു മോൾഡിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും പറ്റും. ഇതാണ് നേരത്തെ ചെയ്തിട്ടുള്ള രീതിയിലുള്ള കോൺക്രീറ്റ് ടൈൽസുകൾ. നമ്മുടെ മുറ്റങ്ങളിലും അതുപോലെ തന്നെ ഗാർഡനിലുമൊക്കെ യൂസ് ചെയ്യാനുള്ള ടൈലുകളാണ് ഇത്. ഇത്തരത്തിൽ കളർ നേരത്തെ ആഡ് ചെയ്യുന്നതിനാൽ തന്നെ കൂടുതൽ കാലം ഈ ഒരു കളർ കേടാകാതെ, അതായത് മാഞ്ഞു പോകാതെ ഇത് കൂടുതൽ കാലം ഈട് നിൽക്കും എന്നതാണ് ഇത്തരത്തിലുള്ള ടൈലിന്റെ പ്രത്യേകത.